ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മളിന്നൊരു ഗോബി മഞ്ചൂരിയും സോയ ചങ്ക്സും ഉണ്ടാക്കാൻ പോയ കഥയാണ്. നമ്മൾ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് മറ്റേ കടലമാവിൽ മുക്കി ഫ്രൈ ആക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈഫ് പറഞ്ഞു നോക്കി നിൽക്കാതെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് വയ്ക്കാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ഇത് വലിയ പരിപാടിയൊന്നും ഇല്ല, ഇത് സിമ്പിളല്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കുത്തിയിരുന്നു. എന്നിട്ട് അങ്ങോട്ട് അരിയാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഓരോ കഥകളൊക്കെയും പറഞ്ഞ്. സൺഡേ അല്ലേ, നമ്മൾ രണ്ടുപേരും മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അരിഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ കറി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ വന്നിട്ട് കറി ജസ്റ്റ് നമുക്ക് എന്നൊക്കെ പറയും, ഉണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സജഷൻസ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആക്ച്വലി കുക്കിംഗ് ഒരു ഈസി പ്രോസസ്സായിട്ട് എടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാളവിടെ ഒരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ സുഖമായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈഡിൽ പാട്ടൊക്കെ വെച്ച് പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോട്ടിഫൈ ഓണാക്കി വയ്ക്കും. സ്പോട്ടിഫൈയിൽ നല്ല മലയാളം പാട്ടുകളിങ്ങനെ വയ്ക്കും. പാട്ടുകളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ കുക്കിങ്ങൊക്കെ ചെയ്തത്. ഇത് ഗോബി മഞ്ചൂരിയൻ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ കുക്കിംഗ് തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി ഇൻഗ്രീഡിയൻസിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ അത് ഗോബി മഞ്ചൂരിയൻ ആയില്ല, പകരം ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കറിയായിട്ട് മാറി. പക്ഷേ ഷീ ട്രൈഡ്. മറ്റേ കറി ആക്ച്വലി നല്ല കറിയായിരുന്നു. ഞാനത് കംപ്ലീറ്റ്ലി ഇരുന്നിരിപ്പം തന്നെ ഫിനിഷ് ചെയ്തു. സാരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചതിക്കാത്ത ചന്തു സിനിമ ഒന്നോടെ എന്നിട്ട് കാണണം എന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചതിക്കാത്ത ചന്തു സിനിമ അറിയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചതിക്കാത്ത ചന്തുവിൽ ഫുൾ ഓഫ് സെലിബ്രേഷനും ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പടമാണ് ചതിക്കാത്ത ചന്തു. അപ്പോൾ ചതിക്കാതെ എന്ത് കാണാം എന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർത്തമാനം പറഞ്ഞ് എൻ്റെ ഉള്ളി ക്ലീനിങ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ വെളുത്തുള്ളി സ്റ്റാർട്ട് ചെയ്തു. വെളുത്തുള്ളി ഓരോന്നായിട്ട് പീൽ ചെയ്ത് എന്താ പറയുക തീർക്കാൻ നിൽക്കുന്ന നേരത്താണ് അവളിങ്ങനെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. ഇത് റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം ഉണ്ടയാണ്, ഈ അരി ഉണ്ട പോലെ. പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് വെരി ടേസ്റ്റി. റാഗിയിൽ കാഷ്യൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നതിൻ്റെ അടുത്ത് എൻ്റെ ഇടയിൽ വർത്താനമൊക്കെ പറഞ്ഞ്. ആക്ച്വലി ഞാൻ സൈക്കിളെടുത്തൊന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങി വരാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരിയെടുത്ത് ഈ അരിയിലൊക്കെ ഒരു തരം ഇൻസെക്റ്റ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ അരിയൊക്കെ എടുത്ത് നമ്മൾ വെയിലത്ത് കൊണ്ട് വച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പീൽ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഓരോരോ മറ്റേ റാഗി ഉണ്ട അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് എടുത്ത് കഴിച്ച് അത് കംപ്ലീറ്റും ചെയ്തു. ഇടയ്ക്ക് ന്യൂസ് കാണും, ടി വി ന്യൂസ്, പാട്ട്, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെള്ളം കുടിച്ച് ആ വെള്ളം ഗ്ലാസ് ഒട്ടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ചെറിയൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പം ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ഇത്രയും വലിയ ഗ്ലാസ്സിലൊരു 3-4 ടൈംസ് എങ്കിലും കുടിച്ചാലേ നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തീരുമ്പോൾ ഞാനതവിടെ ഇങ്ങനെ നിറച്ച് വയ്ക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയൊരു സമാധാനം. വെള്ളം കൂടി ഷോർട്ടേജ് ആയി കഴിഞ്ഞാൽ പിന്നെ കിഡ്നി സ്റ്റോൺ വീണ്ടും ഉണ്ടാകുന്നതായിട്ട് തുടങ്ങും. അപ്പോൾ അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഉള്ളിയൊക്കെ കുറച്ചൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്പോട്ടിഫൈയിൽ പാട്ട് അനാർക്കലി സിനിമ, പൃഥ്വിരാജ് അഭിനയിച്ച അനാർക്കലി സിനിമയിലത്തെ ഒരു പാട്ട് ഇങ്ങനെ റാൻഡമായിട്ട് വരുന്നത്. ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയമാണ് ആ പാട്ടെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ അനാർക്കലി. എത്ര വട്ടം ഞാനത് റീവൈൻഡ് ചെയ്ത് വാച്ച് ചെയ്ത് കണ്ടാലും എനിക്ക് മടുക്കില്ല.
എന്തോ ദർ ഇസ് എ മാജിക് ഇൻ ദാറ്റ് ഫിലിം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അനാർക്കലി എന്ന് പറയുന്ന സിനിമയിൽ. അത് കാത്തിരിപ്പാണോ എന്താണെന്നറിയില്ല. ലാസ്റ്റ് ഒന്നിക്കുന്നുണ്ട് അവർ. പക്ഷേ മ്യൂസിക്കാണോ അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണോ എന്താണെന്ന് അറിയില്ല. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഫിലിം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ യൂട്യൂബ് എടുത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. പൃഥ്വിരാജ് അവിടെയും പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അനാർക്കലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മഹേഷ് ബാബുവിൻ്റെ കൂടെ അഭിനയിച്ചൊരു സിനിമയുടെ ഒരു ലോഞ്ച് ഫംഗ്ഷൻ എന്തോ ഒരു സംഭവത്തെ പൃഥ്വിരാജിൻ്റെ സ്പീച്ച് അങ്ങനെയായിരുന്നു കണ്ടു. മഹേഷ് ബാബുവിൻ്റെ സിനിമയുടെ ട്രയൽ കണ്ടു. കുറച്ച് നേരം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ സിനിമ നമ്മൾ കാണാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംഭവങ്ങളുടെ എല്ലാം ഫൈനൽ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്, നോക്കിക്കോളൂ.